ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ റിയൽ റിവ്യൂസ് വിത്ത് ഹിതക്കിരൺ. ഞങ്ങളുടെ വയനാട് യാത്രയിലെ ഒരു പ്രത്യേക അനുഭവമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ഈ യാത്രയ്ക്കിടെ ഞങ്ങൾ സന്ദർശിച്ച ഒരു സ്ഥലമാണ് കരിന്തണ്ടന്റെ പ്രതിമയും പ്രശസ്തമായ ചങ്ങലമരവും. കോഴിക്കോട് ഭാഗത്ത് നിന്ന് താമരശ്ശേരി ചുരത്തിന്റെ 9 വളവുകളും പിന്നിട്ട് വയനാടിന്റെ കവാടമായ ലക്കിടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ യാത്രക്കാരെ ആദ്യം സ്വാഗതം ചെയ്യുന്ന ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് കരിന്തണ്ടന്റെ പ്രതിമയും ചങ്ങലമരവും. പ്രകൃതിയുടെ മനോഹാരിതയ്ക്കിടയിൽ ചരിത്രവും ഐതിഹ്യവും ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലം വയനാട്ടിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന ഇടങ്ങളിൽ ഒന്നാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ പറയുന്നത് ഈ പ്രദേശത്ത് പ്രചരിക്കുന്ന കഥകളും നാട്ടുകാരിൽ നിന്ന് കേട്ട വിവരങ്ങളുമാണ്. ഇതിൽ എല്ലാ കാര്യങ്ങൾക്കും ചരിത്രപരമായ തെളിവുകളുണ്ടോ എന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഇതിനെ ഒരു നാട്ടുകഥയുടെയും ഐതിഹ്യത്തിന്റെയും ഭാഗമായി കേൾക്കുക. വയനാട് ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണെങ്കിലും പഴയകാലത്ത് ഇവിടെ എത്തിപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല. കാടുകളും മലനിരകളും നിറഞ്ഞ ഈ പ്രദേശത്തേക്ക് വഴികൾ കണ്ടെത്തുന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിന്റെ കഥ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന് വയനാട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ സഹായിച്ചത് കരിന്തണ്ടനാണെന്നാണ് പറയപ്പെടുന്നത്. കാടുകളെക്കുറിച്ചും മലമ്പാതകളെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്ന അദ്ദേഹം ഇന്നത്തെ താമരശ്ശേരി ചുരം കണ്ടെത്താൻ വഴികാട്ടിയായതായും പറയപ്പെടുന്നു. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. പാത കണ്ടെത്തിയതിന്റെ മുഴുവൻ പ്രശസ്തിയും സ്വന്തമാക്കാൻ ചിലർ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായി കരിന്തണ്ടനെ വഞ്ചിച്ചു കൊലപ്പെടുത്തിയെന്നും ഒരു ഐതിഹ്യം ഇവിടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നാട്ടുകാരുടെ മനസ്സിൽ കരിന്തണ്ടൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. കരിന്തണ്ടന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആത്മാവ് ഈ പ്രദേശത്ത് സഞ്ചരിക്കുന്നുവെന്നും രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചിലർ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഒരു മന്ത്രവാദിയുടെയോ പൂജാരിയുടെയോ സഹായത്തോടെ ആ ആത്മാവിനെ ഒരു വലിയ മരത്തിൽ ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ചു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഈ സ്ഥലം പിന്നീട് ചങ്ങലമരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇവിടെ എത്തുന്നവർ ആദ്യം ശ്രദ്ധിക്കുന്നത് ആ ചങ്ങലയാണ്. വർഷങ്ങളായി മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങല ഇപ്പോൾ മരത്തിനുള്ളിലേക്ക് വളർന്നു കയറിയതുപോലെ കാണാം. ഇതുമായി ബന്ധപ്പെട്ടും നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. ചിലർ പറയുന്നത് കരിന്തണ്ടന്റെ ആത്മശക്തിയുടെ തെളിവാണ് ചങ്ങല മരത്തിനുള്ളിലേക്ക് വളരുന്നതെന്നാണ്. മറ്റു ചിലർ പറയുന്നത് മരങ്ങൾ വളരുമ്പോൾ അവയുടെ ചുറ്റുമുള്ള വസ്തുക്കളെ സ്വാഭാവികമായി ഉൾക്കൊള്ളാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. എന്തായാലും ഈ ചങ്ങലമരത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തോന്നും. ചരിത്രമാണോ ഐതിഹ്യമാണോ വിശ്വാസമാണോ എന്നൊന്നും ചിന്തിക്കാതെ നോക്കുമ്പോൾ പോലും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ട്. ഇന്ന് ഇവിടെ കരിന്തണ്ടന്റെ പ്രതിമയും സ്മാരകവും സ്ഥാപിച്ചിട്ടുണ്ട്. വയനാട്ടിലേക്ക് എത്തുന്ന നിരവധി ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കുകയും കരിന്തണ്ടനെ ഓർക്കുകയും ചെയ്യുന്നു. ഈ കഥയുടെ മറ്റൊരു പ്രധാന വശം ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. പ്രകൃതിയെക്കുറിച്ചും കാടുകളെക്കുറിച്ചും മലമ്പാതകളെക്കുറിച്ചും അവർക്കുണ്ടായിരുന്ന അറിവ് എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് ഈ കഥ നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ചു സമയം ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനും ചുറ്റുപാടുകൾ കാണുവാനുമാണ് ചിലവഴിച്ചത്. മൂടൽമഞ്ഞും മലനിരകളും നിറഞ്ഞ ലക്കിടിയുടെ ഭംഗിക്കിടയിൽ ഈ കഥ കേൾക്കുമ്പോൾ അതിന് വേറിട്ടൊരു അനുഭവമുണ്ട്. അവിടെ കുറച്ചു സമയം ചിലവഴിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. അളിയന്റെ സുഹൃത്തിന്റെ വയനാട്ടിലുള്ള ഫാം ഹൗസിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ചുറ്റും പച്ചപ്പും മരങ്ങളും നിറഞ്ഞ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു സമയം പ്രകൃതിയുടെ നടുവിൽ ചെലവഴിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണല്ലേ. അവിടെ എത്തിയ ശേഷം എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനും വിശ്രമിക്കാനും സമയം കിട്ടി. പിന്നീട് ഞങ്ങൾ എല്ലാ കസിൻസും ഒന്നിച്ചുകൂടി പതിവ് പോലെ കുറച്ച് തമാശകളും കളിയാക്കുവലുകളും ഒക്കെ തുടങ്ങി. അതിനിടയിൽ കുറച്ച് റീൽസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ റീൽസ് പ്രാക്ടീസ് ചെയ്യുകയും വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. റീൽസ് എടുക്കുന്നതിനേക്കാൾ അതിന് പിന്നിൽ നടന്ന രസകരമായ സംഭവങ്ങളാണ് കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത്. ആരെങ്കിലും സ്റ്റെപ്പ് മറക്കും, മറ്റൊരാൾക്ക് ടൈമിംഗ് തെറ്റും, ചിരിച്ച് ചിരിച്ച് ഷൂട്ടിംഗ് നിർത്തും. അങ്ങനെ ചിരിയും കളിയും നിറഞ്ഞ ഒരു വൈകുന്നേരമായിരുന്നു അത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തില് ഇങ്ങനെ കുടുംബാംഗങ്ങളായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണല്ലേ. പ്രത്യേകിച്ച് എല്ലാവരും പല പല സ്ഥലങ്ങളിലാകും. എന്തെങ്കിലും വെക്കേഷൻ സമയം വേണം എല്ലാവരുമായിട്ട് ഒന്നിച്ചുകൂടാൻ. അതുകൊണ്ട് തന്നെ ഈ യാത്രയിലെ ഓരോ നിമിഷവും ഞങ്ങൾ നന്നായിട്ട് തന്നെ ആസ്വദിച്ചു. പ്രാക്ടീസ് ചെയ്ത് അവസാനം റീൽ എടുത്തു തുടങ്ങി. ഈ സോങ് ഏതാണെന്ന് അറിയാമോ? അമ്പലക്കര തെച്ചിക്കാവില് പൂരം എന്നൊരു സോങ് ആണ് ഇപ്പൊ കളിക്കുന്നത്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ സോങ് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വെക്കാത്തത്. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ആ സായാഹ്നം കഴിയാറായി, വൈകുന്നേരം ആവാറായി. വൈകുന്നേരം ആവുമ്പോ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി തുടങ്ങുമല്ലോ.
അങ്ങനെ വൈകിട്ടായപ്പോ ഞങ്ങള് ചിക്കൻ തന്തൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അതായത് അന്നത്തെ പ്രധാന ആകർഷണം തന്തൂരി ചിക്കൻ ആയിരുന്നു. എല്ലാവരും ചേർന്ന് ഗ്രില്ല് തയ്യാറാക്കി. ചിക്കൻ ഗ്രില്ലിൽ വേവുന്ന മണവും തണുത്ത വയനാട് കാലാവസ്ഥയും ഒത്തുചേർന്നപ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ഭക്ഷണം തയ്യാറാക്കുന്നതും കഴിക്കുന്നതും മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും തമാശകൾ പറയുകയും ചെയ്ത ആ നിമിഷങ്ങളാണ് കൂടുതൽ വിലപ്പെട്ടത്. കളിച്ചിരി തമാശകളൊക്കെ ആയിട്ട് ആ രാത്രി വളരെ മനോഹരമായിട്ട് അവസാനിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് വയനാട്ടിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള 2 സ്ഥലങ്ങളിലേക്കാണ്. ആ വീഡിയോയും പിന്നാലെ വരുന്നുണ്ട് ട്ടോ. വീഡിയോ മിസ്സാകാതെ കാണണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.